ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 11-ാം അധ്യായമായിട്ടുള്ള വിശ്വരൂപ ദർശന യോഗം. ഇവിടെ ഭഗവാൻ അർജുനന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരിടത്ത് കാണിക്കുന്നു. അതാണ് ഈ വിശ്വരൂപ ദർശന യോഗത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ഭഗവാൻ ഇവിടെ പറഞ്ഞു 7-ാമത്തെ ശ്ലോകത്തിൽ, ഇഹൈകസ്തം ജഗൽ കൃഷ്ണം പശ്യാദ്യ സചരാചരം മമദേഹേ ഗുഡാകേശ യച്ചാന്യത് ദ്രഷ്ടും ഇച്ഛസി. ഇവിടെ എന്നിൽ ഒരിടത്ത് നീ എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം തന്നെ നിനക്ക് ഇവിടെ ഒരിടത്ത് കാണാം. ജഗച്ച അന്യത് യത് ദ്രഷ്ടും ഇച്ഛസി. ഇനി എന്തെങ്കിലുമൊക്കെ നീ കാണാൻ, ഇതിനപ്പുറത്ത് കാണാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും അതാണ് അന്യത് യത് ദ്രഷ്ടും. ഇതിനൊക്കെ അപ്പുറത്ത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും എന്ന്. ഈ ഒരവസരത്തിൽ കഠോപനിഷത്തിൽ ഈ യമധർമ്മൻ്റെ മുന്നിലേക്ക് വരുന്ന നചികേതസ്, യമൻ പലതും പറയുമ്പോൾ നചികേതസ് ഒരു ചോദ്യം ചോദിക്കുന്നു. അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാച്ച അന്യച്ച ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. അന്യത്ര ധർമാത് അന്യത്ര അധർമാത്, ധർമ്മത്തിൽ നിന്ന് അന്യമായി അധർമ്മത്തിൽ നിന്ന് അന്യമായി, ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത്, കൃതാകൃതാച്ച എന്തൊക്കെ ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതും, എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ, അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി, എന്തെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ, അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, തദ്വദ അതെന്നോട് പറയൂ എന്ന് കഠോപനിഷത്തിൽ നചികേതസ് യമധർമ്മനോട് പറയുന്നുണ്ട്. അത് നചികേതസ് യമധർമ്മനോട് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ അർജുനനോട് അങ്ങോട്ട് പറയുകയാണ്. ഈ കർമാകർമ്മങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കും ഭവിച്ചതിനും ഭവിക്കാത്തതിനും ഇതിനൊക്കെ അപ്പുറത്ത് നീ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് അങ്ങോട്ട് പറഞ്ഞത്, യത് ഇച്ഛസി, നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഇവിടെ കണ്ടോളാൻ. എന്നിട്ടാണ് ഭഗവാൻ ദിവ്യമായ ചക്ഷുസിനെ നൽകിയത്. തുടർന്ന് ആ കാഴ്ചയെ സഞ്ജയൻ അതിമനോഹരമായി വിവരിച്ചു. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്തിത യദി ഭാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, സഞ്ജയനാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 1000 സൂര്യന്മാർ ആകാശത്ത് ഒരുമിച്ചുദിച്ചതുപോലെ ആ ഭഗവാന്റെ പ്രഭ അത്തരത്തിലുള്ള അതിനോടാണ് സാദൃശ്യപ്പെടുത്താവുന്നത് എന്ന് പറഞ്ഞു. തുടർന്ന് സഞ്ജയൻ തന്നെ പറഞ്ഞു, തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകധ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥ. പാണ്ഡവൻ അർജുനൻ ഇതെല്ലാം തന്നെ കണ്ടു. ദേവദേവസ്യ തത്ര ശരീരേ, ആ ദേവൻ്റെ, ദേവാദിദേവൻ്റെ, ദേവദേവസ്യ അനേകത പ്രവിഭക്തം, അനേക പ്രകാരത്തിൽ വിഭാഗം ചെയ്യപ്പെട്ടിട്ടുള്ള കൃഷ്ണം ജഗത്, പൂർണ്ണമായ വിശ്വത്തെ ഏകസ്തം അപശ്യത്, ഒരിടത്ത് കണ്ടു. ഇതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്, ചിന്ത ചെയ്ത് വെച്ചത്. ഒരിടത്ത് എല്ലാറ്റിനെയും കാണുക. ഈ ജനറ്റിക് എൻജിനീയറിങ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സയൻസിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന വളർച്ചയിൽ നമ്മളിതൊക്കെ കാണുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്നു. ഈവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം സ്വീകരിച്ച് ജീവനെ നിലനിർത്തുന്ന കൊതുക് പോലും, ആ കൊതുകിൻ്റെ ഒരു സംവിധാന ക്രമമുണ്ട്.
രക്തം കുടിക്കുന്ന കൊതുകുകൾ ഇതല്ലാതെ എന്താ പറയുക, ചെടിയുടെ ഇലകളിൽ നിന്നൊക്കെ നീരെടുത്ത് കഴിയുന്നവന്മാർ, അതിൽ തന്നെ പല വിധത്തിലുള്ളവന്മാരുണ്ടല്ലോ. എങ്ങനെയാണോ ഇപ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു സിറിഞ്ച് പലരും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് HIV പോലുള്ള മാരകമായ മനുഷ്യനെ കാർന്നു തിന്നുന്ന രോഗങ്ങൾക്ക് അടിപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇവന്മാരൊക്കെ ഓരോ സിറിഞ്ചാണ്. നമുക്കറിയാം മലമ്പനി, മലേറിയ മുതലായിട്ടുള്ളത് പല വൈറലുകളും ഇവന്മാർ സപ്ലൈ ചെയ്യുന്നത്, കൊതുകുകൾ. പക്ഷെ പറഞ്ഞു വന്നത്, ഇവരിലൊക്കെ തന്നെ നോക്കൂ, ഒരു കൊതുകിൽ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, നമ്മിങ്ങനെ കൊതുകിനെ പറന്നു പോകുമ്പോൾ ഇവൻ എൻ്റെ സഹോദരനാണ് പറയും. കാരണം എന്താണ്? എൻ്റെ രക്തമാണ് ഇവൻ്റെ ശരീരത്തിൽ ഓടുന്നത്. രക്തബന്ധത്തിന് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പം സഹോദരനെ എനിക്ക് കൊന്നുകൂടാ. അപ്പം രക്തബന്ധത്തിലുള്ളവരെ കൊന്നാൽ എന്താ പാപമാണെന്ന്? അങ്ങനെയാണെങ്കിൽ കൊതുകിനെ തല്ലിക്കൊന്ന വിധത്തിൽ പാപമുണ്ട്. യുക്തിക്ക് നിരക്കുന്നതാണല്ലോ ആ ചിന്ത. ഇങ്ങനെ ഒരിടത്തെല്ലാം കാണുക, എന്നെ മറ്റുള്ളതിലും മറ്റുള്ളതിൽ എന്നെയും. ഉപനിഷത്തിൽ പറയും, ഈശാവാസ്യത്തിൽ പറയും. അതിൻ്റെ വേറൊരു ആശയം ഇതാണ്, കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. തത്വം എന്താണ്? ഇതാണ്, യസ്മിൻ സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം. സർവഭൂതങ്ങളിലും എന്നെ കാണുക, ഞാൻ സർവഭൂതങ്ങളിലും ഉണ്ട്, സർവഭൂതങ്ങളിലും ഞാനുണ്ട്, ഞാൻ സർവഭൂതങ്ങളിലും ഉണ്ട്. ആ കാണൽ അത് ഈ നേത്രം കൊണ്ട് അല്ല. ഈ നേത്രം നമുക്ക് എന്താ പറയുക, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫോർവേഡുകൾ കാണാനും TV കാണാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാനും ആളുകളെ കാണാനും ലോകത്തെ കാണാനും ഒക്കെയാണ്. ഇതുകൊണ്ട് അതിനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പം നമുക്ക് ആ ഒരു പ്രതലത്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കടക്കേണ്ടത്. ഇനി അർജുനൻ ഭഗവാനോട് 15-ാമത്തെ ശ്ലോകത്തിൽ 11-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് വലിയൊരു ഗംഭീരമായ പറച്ചിലാണ്. ഭഗവത്ഗീത 2 വൃത്തങ്ങളിലാണ്, അനുഷ്ടുപ്പിലും തൃഷ്ടുപ്പിലും. തൃഷ്ടുപ്പ് വൃത്തത്തിൽ അർജുനൻ ഭഗവാന്റെ മുൻപാകെ തന്നെ തുറന്നു വയ്ക്കുന്നു. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഖാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വം സർവതോനന്ദരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഇത് ഗംഭീരം എങ്ങനെ പോവാണ്. അർജുനൻ ഭയങ്കര ഇമോഷണലാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നാൽ പിന്നെ ഇതായിരിക്കും. അർജുനൻ പറയുന്നു ഭഗവാനോട്, പശ്യാമി ദേവാംസ്തവ ദേവദേഹേ. ഹേ ദേവ, അല്ലയോ, ഇവിടെ ഭഗവാനെ വിളിക്കുന്നത് ദേവാന്ന്. ദിവ് ദ്യോതനെ, പ്രകാശ സ്വരൂപമായിരിക്കുന്ന, പ്രകാശപൂർണമായിരിക്കുന്ന, പ്രകാശങ്ങൾക്ക് മുഴുവൻ പ്രകാശമായിരിക്കുന്ന, തസ്യഭാസ സർവമിതം വിഭാതി. ഉപനിഷത്ത് പറയും, ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം
തസ്യ ഭാസ സർവമിതം വിഭാതി. അവനെയാണ് ദേവാദിദേവ, ദേവ ദിവദ്യോതനെ, സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും നക്ഷത്രങ്ങളെയും എല്ലാം പ്രകാശിപ്പിക്കുന്ന, അങ്ങനെ വലിയൊരു ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചുദിച്ച പോലെ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇവിടെ വേറെ സംബോധനയൊന്നും ചേരും തോന്നുന്നില്ല. അതുകൊണ്ട് ഹേ ദേവ, അല്ലയോ ദേവ, തവ ദേഹേ, അങ്ങയുടെ ശരീരത്തിൽ, സർവാൻ ദേവാൻ, എല്ലാ ദേവന്മാരെയും, ദേവൻ ദിവദ്യോതനെ എന്ന് പറഞ്ഞു, പ്രകാശിപ്പിക്കുന്ന സകല പ്രപഞ്ച ഘടകങ്ങളെയും, തഥാ അതുപോലെ തന്നെ ഭൂതവിശേഷ സംഘാൻ, എന്തൊക്കെ ജാതമായിട്ടുണ്ടോ ആ വിശേഷ സംഘാൻ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതും ആ കൂട്ടങ്ങളെ മുഴുവൻ, ദിവ്യാൻ സർവാൻ, ദിവ്യങ്ങളായിട്ടുള്ള എല്ലാറ്റിനെയും, കൂടാതെ ഋഷീൻ, ഉരകാൻ, ഋഷീശ്വരന്മാർ, ഉരകങ്ങൾ, ഇഴജാതികൾ, പാമ്പുകൾ, സർപ്പങ്ങൾ, തഥാ അതുപോലെ തന്നെ കമലാസനസ്ഥം ഈശം ബ്രഹ്മാണം ച പശ്യാമി, ആ കമലാസനസ്ഥനായിരിക്കുന്ന, പത്മത്തിലിരിക്കുന്ന, താമരയിലിരിക്കുന്ന പ്രപഞ്ചേശ്വരനായിട്ടുള്ള ബ്രഹ്മാവിനെ, സൃഷ്ടികർത്താവിനെയും അഹം പശ്യാമി, ഞാൻ കാണുന്നു. അർജുനൻ കാണുക. എന്തൊക്കെയാണ് അർജുനൻ കാണുന്നത്? പ്രപഞ്ചത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാഴ്ചകളും അർജുനൻ ഭഗവാന്റെ ശരീരത്തിൽ ഞാൻ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ, മറ്റൊരു ശരീരത്തിൽ ഇങ്ങനെ കാണാം. ചെറിയ കുട്ടികളെയൊക്കെ അമ്മ താരാട്ട് പാടുമ്പം, അതിന് ഭക്ഷണം കൊടുക്കുമ്പം, അതിനെ കളിപ്പിക്കുമ്പോഴൊക്കെ അവർ കാണും. എന്താ കാണുക? ഈ കുട്ടി വലുതാവുന്നത്, വലിയൊരാളായി നമുക്ക് താങ്ങായി തണലായി തീരുന്നത്. അതെന്താവോ, താങ്ങാവോ തണലാവോ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അവരങ്ങനെ കാണുന്നു. ആ കാണലെങ്ങനെയാണ്? ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാവിയും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ കുറച്ച് ദൂരക്കാഴ്ച നമുക്കുള്ളവരാണ്. ഇത് കുറച്ചും കൂടെ സൂക്ഷ്മമാണ്. പരമകാരണത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ, സൂക്ഷ്മദർശിനിയിലൂടെ, ഒരു ബൈനോക്കുലറിലൂടെ ദൂരെയുള്ളത് അടുത്ത് കാണുന്നതിൻ്റെക്കാൾ അതിനൊക്കെ അപ്പുറത്തേക്ക്, ബാഹ്യമായ ഉപകരണങ്ങളെ കൊണ്ട് നേത്രം കാണുന്ന കാഴ്ചകൾക്കപ്പുറത്ത് ദിവ്യമായ ചക്ഷുസ്സുകൊണ്ട്, ജ്ഞാന ചക്ഷുസ്സുകൊണ്ട് കാണുന്ന കാഴ്ച, ഒരിടത്ത് കാണാൻ നമുക്കിതെല്ലാം. ബ്രഹ്മാണം കമലാസനസ്ഥം ഈശം അഹം പശ്യാമി, ഞാൻ കാണുന്നു. അനേഹബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വം സർവതോനന്ദരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അനേഹബാഹൂദരവക്ത്രനേത്രം, അനേക ബാഹുക്കൾ, കൈകൾ, അതുപോലെ ഉദരം, അനേകം അരക്കെട്ടുകൾ, അതുപോലെ അനേകം മുഖങ്ങൾ, നേത്രം, കണ്ണുകൾ, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം. അതൊരു വിശ്വരൂപ ദർശനമല്ലേ? അതെ, വിശ്വരൂപ ദർശനം വേദത്തിൽ പറയുന്നതാണ്. അനേകം ആയിരക്കണക്കിന് തലകൾ, ആയിരക്കണക്കിന് കണ്ണുകൾ, ആയിരക്കണക്കിന് കൈകൾ, കാലുകൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ കാലും കണ്ണും തലയും തുടങ്ങി സൃഷ്ടിയിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രഹ്മാവ്. അങ്ങനെ ഒരാളുണ്ടോ ഇല്ലേ? എന്തായാലും അതുവരെ സർവവും എന്താണ്? എല്ലാ തലകളും അവൻ്റെ തലയാണ്. അനേകം ബാഹുക്കൾ, അനേക ഉദര, അനേകം വയറുകൾ, അതുപോലെ വക്ത്രം, നേത്രം, വായ, മുഖം, കണ്ണ്, അനന്തരൂപം, ഒരു അന്തമില്ലാത്ത, അവസാനമില്ലാത്ത ആ രൂപം. ത്വാം, അങ്ങയെ സർവതഃ പശ്യാമി, പ്രധാനം, എല്ലായിടത്തും ഞാൻ കാണും. ഇത് അദ്വൈത ദർശനമാണ്. നാനാത്വത്തിൽ ഏകത്വം, ഇതാണ് അർജുനൻ കാണുന്ന ദർശനം. വിശ്വരൂപത്തിൻ്റെ ദർശനത്തിൻ്റെ രഹസ്യം അതാണ്.
നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ സാറ് നമ്മളുമായിട്ട് ഞങ്ങൾ ആദ്യം രാഷ്ട്രപതി ഭവനിൽ പോയി കണ്ടു സമയത്ത് ഈ ഗീത, നമ്മുടെ ഭഗവത്ഗീത തന്നെ അദ്ദേഹം റിലീസ് ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് അതിനെ ഇതാക്കിക്കൊണ്ട് പ്രകാശനം ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം വിശ്വരൂപത്തെക്കുറിച്ച് ഞങ്ങളുമായിട്ട് ഒരുപാട് സംസാരിച്ചിരുന്നു. പിന്നെ എപ്പോൾ വിശ്വരൂപത്തെ നമുക്ക് ചിന്ത ചെയ്യുമ്പോഴും സാറിനെ ഓർമ്മ വരും. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം നമ്മളിത് പറഞ്ഞപ്പോൾ സാറിന് വലിയ സ്വീകാര്യമാണത്. അതെ, അങ്ങനെ വേണം നമ്മളിത് കാണാൻ ഒക്കെയാണ് പറഞ്ഞു. ആളൊരു ശാസ്ത്രകാരനും കൂടിയാണല്ലോ. ഒന്നിൽ നമുക്കിതിനെയെല്ലാം കാണാം. ഇതൊരു കാഴ്ചയാണ്. ആ കാണലിലാണ് ഉപനിഷത്ത്. ആ കാണലിൻ്റെ ഗുണം എന്താ പറയുന്നത്? പിന്നെ എന്നാൽ വിജുഗുപ്സതേന, ഒന്നിനെയും വെറുക്കാൻ പറ്റില്ല. ഈ വെറുപ്പ് ഒഴിവാക്കാനുള്ള ഒറ്റ വഴി ഇതേ ഉള്ളൂ. വേറെ ഒരു തരത്തിലും നിങ്ങൾക്ക് ഇത് ആളുകൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെറുപ്പ് ഒരു പ്രോഡക്റ്റാണ്. ഇന്നത്തെ ആധുനിക കാലത്ത് വെറുപ്പ് ഒരു പ്രോഡക്റ്റാണ്. വെറുപ്പ്, വിവരക്കേട്, ഇതൊക്കെ ഇത് വിറ്റഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അത് നമ്മൾ മേടിക്കുകയാണെങ്കിലോ വളരെ എളുപ്പമാണ്. ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ ഉൽപ്പന്നത്തിൻ്റെ ഉപഭോക്താക്കളാകുന്നതോടുകൂടി നമ്മുടെ കാര്യം പോക്കാം. പിന്നെ വളരെ എളുപ്പമാണ് നമ്മളെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് ഇത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, ഈ ശിവകാശി കലണ്ടർ അടിച്ചു വെച്ച പോലെ ഒരെണ്ണം എവിടെയോ ഉണ്ടായി എന്നുള്ളതല്ല. ഇത് നമുക്ക് ഓരോരുത്തർക്കും കാണാവുന്നതാണ്. ഓരോന്നിലും ഈ ചിതൽ തന്നെ രൂപാന്തരപ്പെട്ട് മഴപ്പാറ്റയാവുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ചിതലിനെ നിങ്ങൾ നോക്കി നോക്കൂ. ഓരോ ജീവിയും അതിൻ്റെ സൂക്ഷ്മരൂപത. അതാണ് വസിഷ്ഠൻ രാമനോട് പറയുന്നത്. ഒരു മയിലിൻ്റെ മുട്ട കാണിച്ചു കൊടുത്ത് പിന്നെ കാണിക്കുന്നത് മയിലിനെയാണ്, നൃത്തം വയ്ക്കുന്ന മയിലിനെയാണ്. വസിഷ്ഠൻ ചോദിക്കുന്നുണ്ട്, രാമ, നിനക്ക് ഈ മുട്ടയിൽ ആ നൃത്തം വയ്ക്കുന്ന മയിലിനെ കാണാൻ പറ്റുന്നുണ്ടോ? അത് അങ്ങനെ കാണണമെങ്കിൽ പിന്നെ എന്താ, ഏത് കണ്ണുകൊണ്ടാണ് കാണുക? നമ്മൾ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചട്ടിയിലേക്ക് ഇങ്ങനെ തവിയിൽ, ചീനച്ചട്ടിയിൽ ഇടുമ്പോൾ അതിൻ്റെ മഞ്ഞയും വെള്ളയും നിങ്ങൾക്ക് ഒരു കോഴിക്കുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ലോ, കോഴിക്കുട്ടിയല്ല, അതിലൊരു കോഴിയുണ്ട്. പൂവൻ കോഴിയാവാം, പടക്കോഴിയാവാം, എന്തോ ആവാം. എങ്ങനെയുള്ള കോഴി? പൂർണ്ണമായി ആവിഷ്കരിക്കപ്പെടാത്ത കോഴി. എന്നാൽ ആവിഷ്കരിക്കാൻ അതിലെല്ലാം സജ്ജമാണ്. അതിൽ എന്താ പറയുക, തൂവലും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിൽ സൂക്ഷ്മരൂപേണ പ്രകടമാക്കാൻ അവസരം കിട്ടിയാൽ അത് പ്രകടമാകും. വൃക്ഷത്തിനുള്ളിൽ വിത്തിനുള്ളിൽ വൃക്ഷം ഉറങ്ങിയിരിക്കുന്നത് പോലെ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളിലും ഉറങ്ങിയിരിക്കുന്നതിനെ അതിൻ്റെ പൂർണ്ണതയിൽ കാണുക, അതാണ് വിശ്വരൂപം. അല്ലാതെ ഇതൊരാൾ ആകാശത്ത് കുറേ തലയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ആരെയോ കണ്ടു എന്നല്ല. അനേക തലകളുണ്ട് ഇവിടെ. ഈ വിശ്വത്തെ തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ട് അങ്ങനെ കാണാം. അർജുനൻ, ഞാൻ എല്ലായിടത്തും സർവദ പശ്യാമി, സർവദ എല്ലായിടത്തും അഹം പശ്യാമി, ഹേ വിശ്വേശ്വര വിശ്വരൂപ, എല്ലാറ്റിനും ഈശനായിട്ടുള്ള വിശ്വേശ്വര വിശ്വരൂപ. ഇത് മനോഹരമായ പ്രയോഗം നോക്കൂ. വിശ്വത്തിന് ഈശ്വരനായിട്ടുള്ള ഭഗവാനെ, വിശ്വത്തിന് മുഴുവൻ നാഥനായ വിശ്വത്തിൻ്റെ ഈശനായിട്ടുള്ളവനെ, തവ ആദിം മദ്യം അന്തം ന പശ്യാമി, അങ്ങയുടെ തുടക്കവും ഇപ്പോൾ ഉള്ള മദ്യവും ഒടുക്കവും ഞാൻ കാണുന്നില്ല. വീണ്ടും ആവേശത്തോടു കൂടി അർജുനൻ പറയുന്നു, കിരീടിനം ഗദിനം ചക്രിണം ച, കിരീടിനം ഗദിനം ചക്രിണം ച, തേജോ രാശിം സർവതോ ദീപ്തിമന്തം
പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഭയങ്കര ഇമോഷനിലാണ് ആള്. എങ്ങനെ ഇമോഷൻ ആവാതിരിക്കും? നമുക്ക് തന്നെ ഇത് 11-ാം അധ്യായം ചൊല്ലുമ്പം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് ഈ വിശ്വരൂപ ദർശന യോഗം 11-ാം അധ്യായം. അതിൻ്റെ ആ വരികളിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമാധിയിലേക്ക് പോവാം. നിങ്ങൾ ഏതേത് കാഴ്ചകളും നമുക്ക് ഇതാണ് ഉണ്ടാക്കുക. എല്ലാറ്റിലും അങ്ങനെ ഉറങ്ങിയിരിക്കുന്നതിനെ ഉണർത്തിയെടുത്താൽ അതിൻ്റെ ഒരു താളമാണ്, ലയമാണ്. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം. കിരീടിനം കിരീടമുള്ളവൻ, ഗദിനം ഗദയുള്ളവൻ, ചക്രിണം ചക്രമുണ്ട്, തേജോരാശിം ആ തേജസ്സിന് മുഴുവൻ ഇരിപ്പിടമായിട്ടുള്ള സർവത ദീപ്തിമന്ദം എല്ലായിടത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ദുർനിരീക്ഷ്യം നോക്കാൻ തന്നെ പ്രയാസമേറിയിട്ടുള്ളതാണ്. ദുർനിരീക്ഷ്യം, നിരീക്ഷണത്തിന് അങ്ങേയറ്റം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാനെ ഈ വിഗ്രഹമൊക്കെ ഇങ്ങനെ പോയിട്ട് നേരെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലതിൻ്റെയും അഴികളുടെയൊക്കെ ഇടയിലൂടെ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ ഒരുമിച്ച് കാണാൻ പറ്റുമോ? പറ്റില്ല. പാദം കാണാം, പിന്നെ മധ്യഭാഗം കാണാം, പിന്നെ ശിരസ് കാണാം. ഇനി അതല്ലാതെ ക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ ഒരുപാട് അഴികളുണ്ട്. ഈ അഴികളുടെ ഇടയിലൂടെയാണ് നമുക്കതും അവിടെ ഇരുണ്ട വെളിച്ചമാണ്. ഫുൾ ലൈറ്റപ്പൊക്കെ ഇട്ടിട്ടാണോ? അല്ല. ഈ തത്വത്തെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ദുർനിരീക്ഷ്യം എളുപ്പത്തിൽ കാണാൻ സാധ്യമല്ല. നഗ്നനേത്രങ്ങൾക്കും അത് കാഴ്ചയ്ക്ക് വിധേയമല്ല. ആ തത്വത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ദുർനിരീക്ഷ്യം ദീപ്താനലാർക്കദ്യുതിം, ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയെ ഉൾക്കൊണ്ടിട്ടുള്ള അപ്രമേയം, ഒരു തരത്തിലും പ്രമേയമാക്കാൻ, അളക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തതായിട്ടുള്ള ത്വാം അങ്ങയെ സമന്താത് അഹം പശ്യാമി, ഞാൻ എല്ലായിടത്തും കാണുന്നു. ആണ് വിശ്വരൂപ ദർശനം. ഞാൻ എല്ലായിടത്തും അങ്ങയെ കാണും. സമദർശനം. അർജുനൻ്റെ കാഴ്ച അങ്ങനെയുള്ളതാണ്. എവിടെയാണ് അങ്ങ് ഇല്ലാത്തത്? എല്ലായിടത്തും ഞാൻ അങ്ങയെ കാണുന്നു. ത്വമക്ഷരം പരമം വേദിതവ്യം, ത്വമക്ഷരം പരമം വേദിതവ്യം, ത്വമസ്യ വിശ്വസ്യ പരം നിധാനം, ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. 18-ാമത്തെ ശ്ലോകം 11-ാം അധ്യായം. ത്വം അങ്ങ്, വേദിതവ്യം പരമം അക്ഷരം, അറിയേണ്ടതായിട്ടുള്ള വേദിതവ്യം, ഏതൊന്നാണോ അറിയേണ്ടതായിട്ടുള്ളത് ആ അറിയേണ്ടതായിട്ടുള്ള അക്ഷരം, പ്രണവം, അതാരാകുന്നു? ആ ബ്രഹ്മം എന്ന് പറയുന്നത് ത്വം അങ്ങ്. അസ്യ വിശ്വസ്യ പരം നിധാനം, ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയവും അങ്ങാകുന്നു. ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം, ത്വം അവ്യയ ശാശ്വത ധർമ്മഗോപ്ത, അങ്ങ് തന്നെയാണ് നാശരഹിതമായിട്ടുള്ള ഈ നിത്യധർമ്മ രക്ഷകൻ. ഈ ധർമ്മത്തെ പരിരക്ഷിക്കുന്നത് അങ്ങയിലൂടെയാണ്. അതുകൊണ്ട് ത്വം സനാതന, അങ്ങ് എന്നും ഉള്ളതാണ്. ഒരു തരത്തിലും അങ്ങേക്കൊരു ച്യുതി എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. സനാതന പുരുഷ, അങ്ങ് പൂർണ്ണനാണ്. അതുകൊണ്ട് ഇതി മേ മതഃ, ഭഗവാനെ ഇതെൻ്റെ അഭിപ്രായം കൂടിയാണ്, ഇതെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അർജുനൻ ഈ കാണുന്ന കാഴ്ചയിലൂടെ അർജുനന് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്. തുടർന്ന് അർജുനൻ വീണ്ടും പറയുന്നു, അനാദിമദ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. നോക്കൂ, ഈ വിശ്വരൂപ ദർശനം നമ്മളൊന്ന് ഉള്ളിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ വിശ്വത്തെ കാണുന്നതിൻ്റെ ഒരു പഴയതല്ല. ഈവൻ നിങ്ങളുടെ ഭാര്യയെ കാണുന്നതാണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും അമ്മായിയമ്മയെയും അമ്മായിയച്ഛനെയും തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീട്ടിലെ വേലക്കാരി എല്ലാവരെയും തന്നെ, എല്ലാ ബന്ധങ്ങളെയും അതിനൊരു പുതുമയുണ്ടാവും. കാരണം എന്താണെന്നറിയോ? ദിവ്യം ദദാമി തേ ചക്ഷു എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു ദിവ്യ നേത്രം കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് വീണ്ടും പഴയതുപോലെ തന്നെയാണ്. ഒക്കെ സംശയമാണ്. ദേഷ്യപ്പെടലും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയലൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ വേണം, അതൊക്കെ അതിൻ്റെ കാര്യത്തിൽ. പക്ഷേ അടിസ്ഥാനമായിട്ട് ആരും ശത്രുവാക്കരുത്. ഇതൊരു ഈ പുതിയ ഇതങ്ങോട്ട് കിട്ടിയാൽ ഈ ജ്ഞാനചക്ഷുസിൽ പിന്നെ നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും അഗ്നിയും ഇതിങ്ങനെ ഓർമ്മ വരണം. ഒന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ സ്വാമി, എനിക്കിങ്ങനെ ഓരോന്നുണ്ടല്ലോ ഓർമ്മ വരുന്നത് അല്ലേ. എന്തൊക്കെ വേണ്ടാധീനങ്ങൾ നമ്മളിങ്ങനെ ഓർത്ത് വയ്ക്കുന്നുണ്ട് ഓരോ കാര്യത്തിൽ. എന്നെ കൊണ്ടൊന്നും ഓർമ്മിപ്പിക്കണ്ടേ വെറുതെ എന്ന്. എന്താണ് എന്നാൽ ഗീത പോലുള്ള എന്തെങ്കിലും സമയത്തിന് ഓർമ്മ വരുന്നുണ്ടോ? ശരിയാ സ്വാമി, എന്താണെന്നറിയില്ല, ഇതൊക്കെ സ്വാമി പറയുമ്പോണ്ടല്ലോ അപ്പം എനിക്ക് നല്ലോണം ഇതാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ കൊല്ലങ്ങൾ മുമ്പ് കല്യാണത്തിൻ്റെ അന്നത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയുണ്ടല്ലോ. അതെന്താ? ഞാൻ മറക്കൊന്നുമില്ല. എന്നെ ഉണ്ടല്ലോ നിങ്ങൾ ആദ്യമായിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മസാല ദോശ കഴിക്കണം. അന്ന് നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് മേടിച്ചു തന്നത് എന്താ? മസാല ദോശയായിരുന്നു. എന്നിട്ട് എന്നെ പറഞ്ഞ് പറ്റിച്ചില്ലേ ഇതാണ് മസാല ദോശ എന്ന്. കാലം എത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ മസാല ദോശ എന്താണെന്ന് അറിഞ്ഞത്? എനിക്ക് അതൊന്നും മറന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് നിങ്ങളെ പിന്നെ കണ്ടോ? നല്ല കാലത്തിന് ഒരാളാണ് എന്നെ വീട്ടിൽ എത്തിച്ചു തന്നത്. എനിക്ക് അതൊന്നും മറന്നു പോവില്ല. കൊല്ലങ്ങൾ ഇത്രയും ഇങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് പറയാൻ ഓരോന്നുണ്ട്. നീ അത്ര വലിയ നല്ല ആളൊന്നും ആവണ്ട. എനിക്ക് ഭയങ്കര അത്രയും ദാരിദ്ര്യത്തിൻ്റെ വലിയ പ്രശ്നം വന്നിട്ട് പലരോടും ചോദിച്ചിട്ട് ഒന്നും കിട്ടാത്തപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചില്ലേ അരപ്പവൻ്റേത് ഞാൻ എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ തരാം, നിനക്ക് മേടിച്ച് തരും, അത് നീ അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും അല്ലല്ലോ. ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? എൻ്റെ ഒരു തരി കണ്ടിട്ട് നിങ്ങൾ മോഹിക്കണ്ട എന്ന്. അതുകൊണ്ട് ഇപ്പം നീ എന്നോട് പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ തീരുമാനിച്ചതാ, നിൻ്റെ ഒരു തരിയിലും ഞാൻ മോഹിക്കില്ല. ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയാണ്. ഇതൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഗീത കേട്ടിട്ടും മത്തസ്മൃതിജ്ഞാനം അപോഹനം ച. എന്നിൽ നിന്നാണ് സ്മൃതി ഉണ്ടാവുന്നത്, എന്നിൽ നിന്നാണ് മറവി ഉണ്ടാവുന്നത്. വേണ്ടത് ഓർക്കാനും വേണ്ടാത്തത് മറക്കാനും ഞാൻ അനുഗ്രഹമായിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ഇവിടെ അർജുനൻ അനാദിമദ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദിമദ്യാന്തം, ആദിമദ്യാന്തരഹിതൻ, തുടക്കം ഒടുക്കം മദ്യം ഇതൊന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്നുള്ളതിന് പിന്നെ തുടങ്ങുകയോ ഒടുങ്ങുകയോ ഒന്നും വേണ്ടല്ലോ. അനന്തവീര്യം, അങ്ങയുടെ വീര്യം, പ്രഭാവം, തേജസ്, ഓജസ് ഇതൊന്നും അളവില്ലാത്തതാണ്. അനന്തബാഹും, കൈകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അനന്തമാർന്നത്, എല്ലാ കൈകളും.
ശശി സൂര്യനേത്രം, അങ്ങയുടെ കണ്ണുകളിൽ ഒന്ന് സൂര്യനാണെങ്കിൽ ഒന്ന് ചന്ദ്രനാണ്. ഒന്ന് രാത്രി കാണാനും ഒന്ന് പകല് കാണാനും. ഇവരൊന്ന് അടയ്ക്കുന്നതാണ് അസ്തമയം. അപ്പോൾ ഒരെണ്ണം തുറക്കും. ദീപ്തഹുദാശവക്ത്രം, ജ്വലിച്ച അഗ്നിയോടുകൂടി സദൃശമായ മുഖത്തോടുകൂടി, അഗ്നി തേജസ്സോട് കൂടിയിട്ടുള്ള സ്വതേജസ, സ്വന്തം തേജസ് കൊണ്ട് തപന്തം ത്വാ ഇതം വിശ്വം പശ്യാമി, ആ ഉജ്ജ്വലിക്കുന്ന തപസ്സോട് കൂടിയിട്ടുള്ള ഈ അങ്ങയുടെ ആ തപസ്സാണ് ഈ വിശ്വത്തിൽ മുഴുവൻ ഞാൻ കാണുന്നത് ഭഗവാനെ. വിശ്വരൂപ ദർശനം. നമുക്ക് ബാക്കി നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.